നമസ്കാരം. വിടാതെ 1, 2, 3 ശാപം. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. 13-ാം നമ്പറിൽ മാത്രമല്ല LDF-ൽ 19 എന്ന സംഖ്യയ്ക്കും എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. EP ജയരാജന് പകരം വന്ന മണി ആശാന്റെ രാജിക്കു വേണ്ടി പ്രതിപക്ഷം മുറവിളി തുടങ്ങി. 1, 2, 3 എണ്ണി നിയമക്കുരുക്കിൽപ്പെട്ട MM മണി മന്ത്രിയായാലും കുരുക്കിൽ നിന്ന് മോചനമില്ലെന്നു മാത്രമല്ല, കുരുക്ക് മുറുകുകയാണ് ചെയ്യുന്നത്. അഴിമതി കേസിലായാലും കൊലക്കേസിലായാലും പ്രതിയായാൽ മന്ത്രിയായി തുടരുന്നത് ധാർമ്മിക പ്രശ്നം തന്നെ. MLAയും മന്ത്രിയും ആവുന്നതിന് മുമ്പുള്ള കേസായതിനാൽ രാജി വേണ്ടെന്നാണ് പാർട്ടിയുടെയും മന്ത്രിയുടെയും അഭിപ്രായം. അടിപിടി കേസാണ് ഇത്, മോഷണ കേസല്ല എന്ന് മന്ത്രിയും. ഒന്നിനെ കുത്തിക്കൊന്നു, ഒന്നിനെ തല്ലിക്കൊന്നു. 1, 2, 3 എണ്ണി ഒന്നിച്ചുയർന്നവർ മാനത്ത്. 1, 2, 3, 4. കണ്ണും മിഴിച്ചങ്ങ് കാടന്മാർ നിന്നപ്പോ ആവല വീണു തലയ്ക്കും മീരെ കാടത്തം സ്വന്തം വലയ്ക്കകത്തായി. കട്ടതും മോട്ടിച്ചതും പിന്നെ പെൺവാണിപ്പം നടത്തിയതിൻ്റെ കേസ് ഇതങ്ങനൊന്നുമില്ല എന്ന് എൻ്റെ പ്രസംഗത്തെ തുടർന്നൊരു കേസെടുത്തു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും എല്ലാവരും കൂടെ കൂടി ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ കൂടി ഉണ്ടാക്കിയതാണ്. അത്രയേ ഉള്ളൂ. ഞാനത് അങ്ങനെ കാണുന്നുള്ളൂ. അതുകൊണ്ട് കോടതി ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ അടുത്ത കോടതിയെ സമീപിക്കും. അഞ്ചേരി ബേബി വധക്കേസിലെ അദ്ദേഹത്തിൻ്റെ വിടുതൽ ഹർജി കോടതി തള്ളിയതോടുകൂടി ഗുരുതരമായ ഒരു പ്രശ്നം ഉയർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രതിയായി തുടരുകയാണ്, വിചാരണ നേരിടേണ്ടി വരും. അതുകൊണ്ട് MM മണി വൈദ്യുതി മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടത്. പ്രതിപക്ഷം പിന്നെ പ്രതിപക്ഷം പറയുമ്പോഴേ ഞാനങ്ങ് രാജിവെക്കാനിരിക്കില്ല, വേറെ പണിയൊന്നുമില്ല. 1, 2, 3 എണ്ണി ഒന്നിച്ചുയർന്നവർ മാനത്ത്. അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് ഒട്ടും ശരിയല്ല. എത്രയും വേഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനം രാജിവെക്കണം. രാജിവെച്ചില്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. അതുകൊണ്ട് അതിനൊക്കെ വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. എന്നെ മന്ത്രിയാക്കിയത് LDF ആണ്. ആ LDF പറയുന്ന എന്തും ഞാൻ സ്വീകരിക്കും. MLA ആയതിനു ശേഷമുണ്ടായ ഒരു കേസോ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമുണ്ടായിട്ടുള്ള പുതിയൊരു കേസോ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ MM മണി രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യത്തിന് യാതൊരുവിധ അടിസ്ഥാനവുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് അല്പമെങ്കിലും ജനാധിപത്യ ബോധമുണ്ടെങ്കിൽ രാജിവെച്ച് ഒഴിയണം. EP ജയരാജന്റെ രാജിയെ തുടർന്ന് മന്ത്രിസഭയിലെത്തിയ MM മണിയും കേസിൽപ്പെട്ടതോടെ 6 മാസം പ്രായമുള്ള പിണറായി സർക്കാർ വീണ്ടും പ്രതിരോധത്തിലായി. വിജിലൻസ് അന്വേഷണ തീരുമാനം വരും മുമ്പ് മന്ത്രിസ്ഥാനം നികത്തിയതിൽ അതൃപ്തിയുള്ള EP ജയരാജൻ്റെ പരിഭവം മറികടന്നാണ് MM മണിയെ മന്ത്രിയാക്കിയത്. ജയരാജൻ്റെ വിഷമം ഇതുവരെ മാറിയിട്ടുമില്ല. ഈ വിധി വന്നെന്നുള്ളത് കൊണ്ട് എനിക്കൊരു രോമത്തിന് പോലും ഒരു പ്രശ്നവുമില്ല. ഞാനതൊന്നും വഴങ്ങുന്ന ആളല്ല. VS പതിവ് പോലെ കേന്ദ്രത്തിന് കത്തെഴുത്ത് തുടരുന്നു. മൂന്നാർ കയ്യേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ VSന്റെ വിമർശകനായി മാറിയ MM മണിക്കെതിരെ VS യെച്ചൂരിക്ക് കത്തെഴുതിയതായാണ് പുറത്തുവരുന്ന വിവരം.
ജീവിക്കാൻ ഇപ്പം ഒരു മോഹം തോന്നുന്നു. അതുകൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? എം മണിക്കെതിരെ കേസെടുത്ത് ജയിലിലാക്കിയ പോലീസുകാരോട് മന്ത്രിക്ക് ഒരു പരിഭവവുമില്ല. മാത്രമല്ല, പണ്ട് കേസെടുത്തവർ ഇപ്പോൾ മന്ത്രിയെ സല്യൂട്ട് ചെയ്യുകയാണ്. കേരള പോലീസിന് മണി ആശാന്റെ വക ചില ഉപദേശങ്ങളുണ്ട്. അതും പിണറായിയുടെ പോലീസ് നയത്തിന് പാർട്ടിക്കുള്ളിലും എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ. ഈ ഗവൺമെന്റിന്റെ പോലീസ് നയം നടപ്പിലാക്കാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണമെന്നാണ് എൻ്റെ വിനീത അഭിപ്രായം. എന്തെങ്കിലും കേൾക്കുമ്പോഴേ അന്നേരം UAPA എന്നും പറഞ്ഞ് കരി നിയമവും എടുത്തുകൊണ്ട് ഓടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പോലീസുകാർ മനുഷ്യസ്നേഹികളല്ല എന്ന നിലപാട് മണിയാശാന് ഇല്ല. നിങ്ങൾ മനുഷ്യസ്നേഹമുള്ളവരാണ്. ഈ പോലീസിലായെന്നാൽ പിന്നെ ഒരു പരുവാകും, അങ്ങനെ ഒരു സ്ഥിതിയുണ്ട്. അതിനകത്ത് സംവിധാനം അതാ ഇല്ലേ? മുകളിലുള്ളവർ താഴെയുള്ളവനെ തെറിയേ പറയുള്ളൂ, മാന്യമായി പെരുമാറുകയില്ല. അത് ഉറപ്പാണ്. അങ്ങനെ അതിൻ്റെ സിസ്റ്റം അതാ. അതിനാണ്. എന്നിട്ടോ കീഴ് ജീവനക്കാരെ കൊണ്ട് ആവശ്യമില്ലാത്ത പണികളെല്ലാം ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരുമാതിരി ഒരു സംവിധാനമാണ്. അപ്പം അതുകൊണ്ട് എന്നാന്നറിയോ, പോലീസുകാരന് എന്തെങ്കിലും ഒരു അവസരം വരുമ്പോൾ അവൻ്റെ ഈ അനുഭവം എല്ലാം കൂടി ഈ മാനസിക സംഘർഷം വെച്ചാണ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുക. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്, കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? പോലീസ് പീഡനം കുറെ പണ്ട് ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിലും ഭരണം കിട്ടിയാൽ പോലീസ് നമുക്ക് പുല്ലാണ് എന്ന് വിളിക്കാൻ പറ്റില്ല. പോലീസിൻ്റെ മനോവീര്യം കെടാതെ സൂക്ഷിക്കുക എന്നതാണ് ഇപ്പോൾ നയം. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകന്മാരെ വല്ലാത്ത പീഡിപ്പിച്ചിട്ടുള്ളവരാണ് പോലീസുകാർ. എന്തെല്ലാം പണി ചെയ്തിട്ടുണ്ട്, തമാശല്ല. പക്ഷേ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഒന്നും നിങ്ങളെ ഞങ്ങൾ പേടിപ്പിച്ചിട്ടില്ലെന്നുള്ള കാര്യം ആത്മാഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും. എൻ്റെ മുൻഗാമികളായ മന്ത്രിമാരാണേലും EMS നമ്പൂതിരിപ്പാട് മുതൽ ഇവിടെ നായനാര് മുതൽ മുഖ്യമന്ത്രിയായവർ ഒരിക്കലും നിങ്ങളെ കൊണ്ട് തോട്ടിപ്പണി ചെയ്യിച്ചിട്ടില്ല, നിങ്ങളെ പീഡിപ്പിച്ചിട്ടില്ല എന്ന് എനിക്ക് നല്ല അഭിമാന ബോധത്തോടു കൂടി പറയാൻ കഴിയും. പണ്ട് മൂന്നാറിലും കുഞ്ഞിത്തണ്ണിയിലും പോലീസിൻ്റെ തന്തയ്ക്ക് വിളിച്ച് മണിയാശാൻ എത്ര പ്രസംഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ എസ്കോർട്ടും ഗാർഡും സ്വീകരിക്കുമ്പോൾ ഒരു ചമ്മൽ. എനിക്ക് എൻ്റെ പുറകെ ഈ പോലീസ് നടക്കുന്നത് പോലും എനിക്ക് അസ്വസ്ഥതയാണ്. ഇപ്പം പൈലറ്റായി അതായി ഇതായി മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുക. എന്നിട്ട് ഇവനിങ്ങനെ ഓണടിക്കുക, ഭയങ്കര ആളുകൾ മുഴുവൻ ഇതാരായിരുന്നു നോക്കുക. ഒടുവിൽ പറയുമ്പോൾ അവസാനം ചെന്ന് പിടിക്കുന്ന എന്നെ ആയിരിക്കും തെറി നാട്ടുകാർ. അല്ല, അയാളുടെ ഒരു പത്രാസ് കണ്ടില്ലേ? ഞാനുണ്ടോ ഇത് വല്ലതും അറിയുന്നു? ഞാൻ ചുമ്മാ കാറിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് ഞാൻ മന്ത്രിയായി കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ ദിവസമല്ലേ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ 6 പോലീസുകാരാണ് തോക്കും പിടിച്ച് നിൽക്കുക. തണുപ്പത്തെ മൂന്നാറിൻ്റെ അടുത്ത സ്ഥലമാണ് അവിടെ ഭയങ്കര തണുപ്പാണ്. എനിക്ക് വലിയ കഷ്ടം തോന്നി. ഞാൻ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു, പൊയ്ക്കോളാൻ പറഞ്ഞു. വെളുക്കുന്നവരെ അവിടെ നിന്നാൽ അവർ തണുത്ത് മരച്ച് ഒരു പരുവാകും. എന്നാൽ അവർക്ക് കയറി ഇരിക്കാനോ സൗകര്യം കൊടുക്കാനുള്ള വീടൊന്നുമില്ലെന്ന്, ചെറിയൊരു വീടൊക്കെയാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ അവരെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞോളാം, ഇവിടെ വിളക്കുന്നവരെ നിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ സേവനം ചെയ്തു എന്ന് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. കെ മുരളീധരൻ ഏത് ഗ്രൂപ്പിലാണെന്നറിയാൻ പാഴൂർ പടിപ്പുരയിൽ പോയി പ്രശ്നം വയ്ക്കേണ്ടി വരും. വിശാല ഐ ഗ്രൂപ്പിൽ നിന്ന് ഹൈക്കമാൻഡ് ഗ്രൂപ്പ് വഴി എ ഗ്രൂപ്പിലേക്കാണ് കെ മുരളീധരൻ്റെ യാത്രയെന്ന് തോന്നുന്നു. ഒരു കാലത്ത് എ ഗ്രൂപ്പിൻ്റെ കടുത്ത വിമർശകനായിരുന്ന മുരളീധരൻ്റെ പുതിയ നിലപാടുകൾ ഉമ്മൻചാണ്ടിയെ പിന്തുണയ്ക്കുന്നത് പോലെയുണ്ട്. അതല്ല, കോൺഗ്രസിൽ പുതിയൊരു ഗ്രൂപ്പിന് ബീജാവാപം ചെയ്യുകയാണോ മുരളീധരൻ എന്ന് സംശയവുമുണ്ട്. UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പ്രവർത്തനത്തിന് ശക്തി പോരാ എന്ന വിമർശനവുമായി സംഘടനാ പ്രതിപക്ഷ നേതൃത്വങ്ങൾക്കെതിരെ വെടിപൊട്ടിച്ചിരിക്കുകയാണ് മുരളീധരൻ. ശിഷ്യന്മാരെ, നാം സജ്ജരായിരിക്കണം. അടിക്കടി, വെട്ടിന് വെട്ട്, കുത്തിന് കുത്ത്, തലയ്ക്ക് തല, കൈക്ക് കൈ, കാലിന് കാല്. തമ്പുരാന് വെറുതെ ഇരുന്ന് പറഞ്ഞാ മതി. ഈ തലയും കാലും ഒക്കെ പോണത് ഞങ്ങളുടെ. ശത്രുവിന് കീഴടങ്ങിയ ചരിത്രം ഈ രാജകുടുംബത്തിനില്ല. ഇപ്പൊ ആരാണ് ഭരണപക്ഷം എന്ന് ചോദിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, പ്രതിപക്ഷം ആരാന്ന് ചോദിച്ചാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ നമ്മുടെ ജോലി പോലെ അവരെ ഏറ്റെടുത്തിരിക്കുക.
ആദ്യത്തെ 6 മാസക്കാലത്തിൽ രൂക്ഷമായ സമരങ്ങൾ തുടങ്ങാനൊക്കെയുള്ള പരിമിതികളുണ്ട്. എങ്കിലും കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്തിക്കൊണ്ട് ഒരു സജീവ പ്രതിപക്ഷമായി കേരളത്തിലെ UDF-നെ മാറ്റിയെടുക്കാൻ, അതിന് കരുത്തു പകരാൻ കോൺഗ്രസിന് കഴിയുക തന്നെ ചെയ്യും. ഇത്രയും സീരിയസ് ആയ ഒരു വിധി വന്നതിന് ശേഷവും നമ്മൾ മണിയുടെ രാജിക്കാര്യത്തിൽ പ്രസ്താവനയിൽ മാത്രം നിൽക്കുകയാണ്. ഇന്നലത്തെ പത്രമാധ്യമങ്ങളിൽ വന്ന തലക്കെട്ടിൻ്റെ ഒരു പകുതി പോലും നമുക്ക് ഇക്കാര്യത്തിൽ ഒരു എന്താ പറയേണ്ട ഒരു സമരവും ബഹളവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്ന്, ഒരു കേന്ദ്രത്തിലും കേരളത്തിലും ഒരു കനത്ത പരാജയം നേരിട്ടിരിക്കുകയാണ്. ഒന്ന്, ആ പരാജയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ. രണ്ടാമത്, ഗവൺമെൻറ്, ഈ കേരളത്തിലെ ഗവൺമെൻറ് വന്നിട്ട് 6 മാസമേ ആയുള്ളൂ. ഒരുപാട് പരിമിതികളുണ്ട്. ഒറ്റയടിക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രവർത്തനം ഷൂട്ടപ്പ് ചെയ്യാൻ പറ്റില്ല. വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, ജനാധിപത്യ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു പ്രതിഷേധത്തിൻ്റെ ഒരു നിര സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അപ്പം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പോലും പരാജയം. എന്നോട് തന്നെ ചില ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ, ഞാൻ ആദ്യം പേര് പറഞ്ഞത് ശരിയല്ല, അവർ പറഞ്ഞു, നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കും, ഞങ്ങൾക്ക് പറയാൻ നിവൃത്തിയില്ല, ഞങ്ങൾക്ക് പരിമിതിയുണ്ട്. എന്നാലും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതൊരു സമരം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലേ എന്ന് പോലും ഇടതുപക്ഷത്തിന് ചോദിക്കുന്ന ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്കൊരു നിഷേധാത്മകമായ ഒരു സമീപനം വേണ്ട. മുതിർന്ന നേതാക്കന്മാർ ഒരു സ്വല്പകാലം കൂടി ഒരു മിതത്വം പാലിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ മിതത്വത്തിലാണ് പറഞ്ഞത്. കാരണം എല്ലാവരും ഞങ്ങൾ ആത്മസംയമനം പാലിക്കുന്നവരാണ്. ഞാനും സതീശനും അതെ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. പാർട്ടി വക്താവ് പറയുന്നത് പാർട്ടി നയം ആകുമല്ലോ. മുരളീധരൻ്റെ ഇന്നത്തെ പ്രസംഗത്തെക്കുറിച്ച് പാർട്ടി വക്താക്കളിൽ ഒരാളായ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അഭിപ്രായം നോക്കാം. മുരളീധരൻ്റെ ആ പ്രസംഗം കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്നതും കോൺഗ്രസ് പാർട്ടിയെയും UDF-നെയും ദുർബലപ്പെടുത്താനും രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് ഊർജം പകരാനും ബോധപൂർവമായി അദ്ദേഹം നടത്തിയ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ. ഞാൻ പറയട്ടെ, അതൊക്കെ പരമ പുച്ഛത്തോടുകൂടെ തള്ളുക. 2 തവണ ജനങ്ങളാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ തിരിച്ചു വന്നതിന് ശേഷം 2 തവണ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിൻ്റെ അഭിമാനം സംരക്ഷിച്ച ഒരാളാണ് ഞാൻ ഏതായാലും പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിയുമ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കോൺഗ്രസിൽ കലാപക്കൊടി ഉയരുകയാണ്. പരസ്യ വിമർശനം നിരോധിച്ചുകൊണ്ടുള്ള അച്ചടക്കത്തിൻ്റെ വാൾ KPCC അധ്യക്ഷന് ചുഴറ്റാവുന്നതാണ്. ചുഴറ്റിയിട്ട് കാര്യമൊന്നുമില്ല, എന്നാലും ഒരു രസത്തിന്. ഇടവേളയാണ്. ഗൗരിയമ്മയുടെ വാനപ്രസ്ഥം. അമിതമായി പ്രായമായിരിക്കുന്നു. 100 വയസ്സാകുന്നതിന് 2 വർഷം മാത്രമേ ഉള്ളൂ. പഴയതുപോലുള്ള ഒരു വിവേചന ഒരു ബുദ്ധി സ്വാഭാവികമായും ഗൗരിയമ്മയ്ക്ക് കുറഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പരിഹാസ്യതയിലേക്ക് ഈ മഹാനേതാവ് പോകാതിരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഗൗരിയമ്മ ഇനിയെങ്കിലും ഒരു വാനപ്രസ്ഥത്തിലേക്ക് മാറി നിൽക്കണം.